ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. സോ ഇന്ന് മുതൽ ഞാനൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. 100 ഡേയ്സ് ചാലഞ്ച്. അത് സുഖി എന്നെ ചാലഞ്ച് ചെയ്തതാണ് ശരിക്ക്. അപ്പോൾ ഇനി മുതലുള്ള ഇൻട്രോയിൽ ചിലപ്പോൾ ചായയും കാപ്പിയും ഒന്നും ഉണ്ടാവില്ല. കാരണം ചായ അധികം ഉണ്ടാവില്ല. അതിക്കൂടെ ഒക്കെ പോകുന്ന ഒരു മിന്നായം പോലെ ഉണ്ടാവും. പിന്നെ ഒരു 100 ഡേയ്സിൻ്റെ വ്ളോഗ്, ഡെയിലി വ്ളോഗ്, ചെറിയത് കുട്ടി വ്ളോഗ്, ഒരു 5-10 മിനിറ്റ്സിൻ്റെ വ്ളോഗ് ഡെയിലി എടുക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. സോ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ മുതൽ ഉള്ള ഷോർട്സൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. പിന്നെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സോ എൻ്റെ ഒരു പ്ലാൻ, ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഞാൻ പറയാം. കാരണം 100 ഡേയ്സിൻ്റെ പ്ലാനൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ കുറേ നാളായി വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. സോ ടച്ച് വിട്ടുപോയി, മറന്നു പോവാണ്. ഇത് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലേ എന്നൊക്കെ. പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഓർമ്മ വരിക. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ മാക്സിമം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നാവട്ടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആവട്ടെ, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ഒരു പോൾ ഇട്ടുണ്ടായി. അപ്പോൾ അതിലും എനിക്ക് കൂടുതൽ ഇത് വന്നിട്ടുണ്ടായിരുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ ആണ്. സോ അതും ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കും. സോ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഫോട്ടോസും ഞാൻ ഇടുന്ന പോസ്റ്റുകളും കണ്ടിട്ട് നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്കാണ്, ഹെൽത്തി ഫുഡ് മാത്രമാണ് കഴിക്കുക എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഞാൻ നല്ല ചീറ്റ് ഡേയ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് നന്നായി കഴിച്ച് കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ അല്ല. അപ്പോൾ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടൊന്നും ഇരിക്കണമൊന്നുമില്ല ഞാനും. സോ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ മാക്സിമം ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പിയും കൂടെ ഷൂട്ട് ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ ഡെയിലി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മുഴുവൻ റെസിപ്പിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്യില്ല. കാരണം അപ്പോൾ അതൊരു കുക്കിംഗ് വ്ളോഗായിട്ട് മാറും. പിന്നെ അത്ര സമയവും ഇല്ല നമുക്ക് ഡെയിലി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് റെസിപ്പി മാത്രം ഷൂട്ട് ചെയ്യാൻ മാത്രമുള്ള സമയം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാം, വീക്കെൻഡ്സ്, സാറ്റർഡേ, സൺഡേ പോലെ. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടുഡേ ഈസ് ദ ഡേ 1 ഓഫ് 100. വെൽക്കം ബാക്ക്. അപ്പോൾ ഡേ 1 ഇവിടെ സ്റ്റാർട്ടായി. സോ രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്നത്തെയും പോലെ എന്തെങ്കിലും വാട്ടർ കുടിക്കും കേട്ടോ. വാട്ടർ മീൻസ് ഫെനുഗ്രീക്ക്, ഉലുവ വെള്ളത്തിൽ കുതിർത്തിയത്, ഇല്ലെങ്കിൽ ജീരകം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിക്കാറില്ല. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ജിമ്മിൽ പോകും. ഒരു 1 അവർ 1 അവറോളം ജിമ്മ് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്നു. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇന്നൊരു മൂവിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുളിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ഒരു ഫേസ് മാസ്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് മാസ്കൊക്കെ വെച്ചു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹെൽത്തിയാണ്. ഇത് റാഗി പൗഡറാണ് കേട്ടോ, റാഗി മോൾട്ട് ഉണ്ടാക്കുക പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിക്കുക, എന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാം. നമുക്ക് സമയമില്ല. നമ്മൾ മൂവി രാവിലെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്, 9 o'clock മൂവിയാണ്. സോ ഇതെല്ലാം അതിൻ്റെ മുന്നേ നടക്കുന്ന കാര്യമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഫുഡും കഴിക്കണം, ഇവർക്കും എന്തെങ്കിലും ലൈറ്റായി ഫീഡ് ചെയ്തിട്ട് നേരെ മൂവിക്ക് പോകാമെന്നാണ് നമ്മുടെ പ്ലാന്. സോറോ റൂഫി ഫുഡൊക്കെ കൊടുത്താൽ പെട്ടെന്ന് കഴിക്കും. സോറോ ഭയങ്കര വാശിക്കാരനാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ഫുഡ് കഴിക്കില്ല. അപ്പോൾ അവനെങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഖിയും ഞാനും കൂടെ ട്രൈ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇത് ശരിക്കും വേണമെങ്കിൽ തിളപ്പിച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് കുറച്ച് എന്താ പറയുക, അധികം തിക്കല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിക്കുന്ന പോലെ, ചായയൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മളെ പ്ലാന്. സോ സുഖി കുറച്ച് ഷുഗർ ഇട്ടിട്ട് കഴിക്കും, ഞാൻ ഷുഗർ ഇല്ലാണ്ട് കഴിക്കും. പിന്നെ ഈ ഡെയിലി വ്ളോഗിൻ്റെ സംഭവം ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാ ദിവസവും അടുപ്പിച്ച് ചെയ്യാൻ പോണത്. സോ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗും എടുക്കണം, അത് തൊട്ടടുത്ത ദിവസം എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റും ചെയ്യണം. സോ ഇതിപ്പോൾ ഞാൻ ഇടുന്നത് ഇന്നലെ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇന്നലെ എടുത്തതിനെ
ഞാൻ ഇന്നിരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇന്ന് എടുക്കുന്നുണ്ട്, അതിനെ എഡിറ്റ് ചെയ്തിട്ട് നാളെ പോസ്റ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ലൈക്ക് എ സൈക്കിൾ. ഇത് എല്ലാ ദിവസവും ചെയ്യണം. തെറ്റാണ് മീൻസ് മറന്നു പോകാണ്ട് ഒരു ദിവസം പോലും മിസ്സാകാണ്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചാലഞ്ച്. അപ്പം നമ്മൾ മൂവിക്ക് പോവുകയാണ്. അതന്നെ പറഞ്ഞ കഴിഞ്ഞ എന്താണ് അർജന്റീന ഗെയിമിലും കൊറേയൊക്കെ ലക്ക് ഉണ്ടായിരുന്നു നല്ലോണം. പക്ഷെ പോർച്ചുഗൽ ഗെയിമിൽ എന്തോ CR7 തീരെ ലക്കില്ലാത്ത പോലെ നമ്മൾ എല്ലാ പ്രാവശ്യം മൂവി കാണാൻ ഹൊസൂറാണ് കേട്ടോ പോകാറ്, ഗ്രാൻഡ് സിനിമാസ്. പക്ഷെ ഇത്തവണ മോർണിംഗ് ഷോ അവിടെ ഈ മൂവി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ M5 മോളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ ഓഫറുണ്ട്. എല്ലാ ട്യൂസ്ഡേയും ടിക്കറ്റ് 149 റുപ്പീസേ ഉള്ളൂ. പക്ഷെ ചെറിയ ഓഡിയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ, കുഞ്ഞു ഓഡി. പക്ഷെ കൊള്ളില്ലായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുമാത്രം ഒരു വലിയ പ്രശ്നം. ചെറിയ സ്പേസ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്ലാരിറ്റി ഇല്ലാത്തത് ഒരു സീനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ എത്തി. അപ്പോൾ കുടിക്കാനൊക്കെ ഇവരെന്തൊക്കെയോ വാങ്ങാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂവിക്ക് പോകണു. ഏതാ മൂവി എന്നല്ലേ? ദിസ് ഈസ് ദ മൂവി വി ആർ വാച്ചിങ്. Oily scalp, dry hair, abonne. Hyaluron Pure by L'Oreal Paris. പിന്നെ പറയാം. അങ്ങനെ മൂവി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വരാനായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാവർക്കും കുറച്ച് ലൈറ്റായിട്ട് വിശന്നു. 12 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നമ്മളുടെ ബൊമ്മസാന്ദ്രേൻ്റെ അവിടെ നിന്ന് നാരായണ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിനേക്കാളും എളുപ്പമുള്ള ഒരു ലാൻഡ്മാർക്ക് ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? രാമേശ്വരം കഫേൻ്റെ അടുത്തായിട്ട് വരും, സുവാലയ എന്ന് പറഞ്ഞിട്ട്. നല്ല പ്രോപ്പർ തമിഴ് കെസീനാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. മട്ടനൊക്കെ വേറെ ലെവലാണ്. ഹൈ ക്വാളിറ്റി മട്ടൺ, നല്ല കുക്കിങ്, നല്ല ടേസ്റ്റ്, പിന്നെ കറക്റ്റ് കുക്കിംഗ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. സോ ഞങ്ങൾ ഇവരുടെ ഒരു ബിഗ് ഫാനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് തന്നെ പറഞ്ഞുള്ളൂ. 2 സെറ്റ് പൊറോട്ട, പിന്നെ മട്ടൻ കറി പോലത്തെ ഒരു സാധനം, ഒരു മട്ടൻ ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ സ്റ്റാർട്ടർ. ദാറ്റ്സ് ഇറ്റ്. കാരണം ഞങ്ങൾ 3 പേരും കുറച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാന് സുഖി പോയിട്ട് വേഗം കിടന്നുറങ്ങും. എനിക്കും സൗരവനും വർക്ക് ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ പോയിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് എത്തുക, ലോഗിൻ ചെയ്യുക, ടൈമൊക്കെ അങ്ങനെ കറക്റ്റ് കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മളിവിടെ മൂവിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഈ ഫുഡും, പിന്നെ നമ്മൾ ഒരാൾക്ക് റോസ് മിൽക്ക്, പിന്നെ ഒരാൾക്ക് ലൈം സോഡ, പിന്നെ ഞാനൊരു ടെൻഡർ കോക്കനട്ട് പുഡിങ്, നമ്മൾ ഇത്രയും കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ ടൈം ആയി വരണേ ഉള്ളൂ, അതുകൊണ്ട് അത്ര തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നല്ല ക്രൗഡഡ് ആയിരിക്കും, എപ്പോഴും നല്ല തിരക്കാം. ഞാനും വിചാരിക്കും ഈ ആൾക്കാർ പൈസ കൊണ്ടുപോയി രാമേശ്വരം കഫേയിൽ വേസ്റ്റ് ചെയ്യണേന് ഇവിടെ വന്ന് കഴിച്ചുകൂടെ പറഞ്ഞിട്ട്. നല്ല ഫുഡ്. ഇത് എവിടെ കഴിച്ചു കാണിച്ചു കൊടുത്തു? ഇല്ലാടി. ഓക്കെ. ഇതാട്ടോ രാമേശ്വരം കഫേൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വരും. നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് രാമേശ്വരം കഫേ. കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തുന്നു, ലോഗിൻ ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു, പിന്നെ വർക്ക് തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൗഡറാക്കിയിട്ട്. ഇത് നമ്മുടെ ഒരു ഹെൽത്തി പ്രോട്ടീൻ മിക്സാണ്. ജിമ്മിൽ പോകുമ്പോൾ രാവിലെ എന്നും നമ്മൾ 2 പേരും ഓരോന്ന് കഴിച്ചിട്ട് പോകും. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയണേ.
ഞാൻ ഷോർട്സ് പോലെ ഇട്ട് തരാം. ഐ മീൻ റെസിപ്പി അല്ല, എത്ര റേഷ്യോയിൽ അത് നിങ്ങൾ ചെയ്യണം, ഏതൊക്കെ സീഡ്സ്, പംകിൻ സീഡ്സ്, മെലൺ സീഡ്സ്, അങ്ങനെ എന്തൊക്കെ എത്ര റേഷ്യോയിൽ എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാക്കിംഗ് പോകുന്നു, ഞങ്ങൾ വാക്കിംഗ് പോയിട്ട് വരാവേ. റൂഫിയും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ വാക്കിംഗ് പോവാണേ. അതെ, ഓക്കെ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് വന്നേക്കണത്. പക്ഷെ കാർ എടുത്തിട്ടാണ് വരാറ്, കാരണം അത്രയും നടന്ന് വന്ന് തിരിച്ചു പോകണ അത്ര സമയം നമുക്കില്ല. ബ്രേക്കിലാണ് വരുന്നത്. സുഖി ലോഗിൻ ചെയ്യുന്നതിൻ്റെ മുന്നേയും എൻ്റെ ബ്രേക്ക് ഞാൻ 1 hour ഇട്ടിട്ടുമാണ് നമ്മൾ എന്നും ഈവനിങ് വാക്ക് ചെയ്യാറ്. സോ ദാറ്റ് നമുക്കൊരു റീഫ്രഷ്മെൻ്റാണ്, കാരണം വർക്ക് ഫ്രം ഹോം ആണല്ലോ. പിന്നെ ഇവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്ക്. Hi guys, my name is Rufi. Hello guys, how are you? I am Rufi. I came for a walk. I'm a happy girl. പിന്നെ വാക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്കിങ്ങനെ ഫസ്റ്റ് ഇത് 5 rupeesനായിരുന്നു കേട്ടോ. ഒരു 20 liters ക്യാൻ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും, ഫിൽറ്റേർഡ് വാട്ടർ. ഇപ്പം അതിന് 10 rupees ആക്കിയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ടു സേ ദിസ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വാട്ടർ. ഞങ്ങളിവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഫിൽറ്ററൊക്കെ ഉണ്ട്. എല്ലാവരും നമ്മളടുത്ത് പറഞ്ഞ് നിങ്ങൾ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എപ്പോഴും റീഫിൽ ചെയ്തിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫിൽറ്റർ വെച്ചുകൂടെ. പക്ഷെ ഞങ്ങൾക്ക് ഫിൽറ്റർ എടുത്ത വെള്ളത്തിൻ്റെ തീരെ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. ഈ ക്യാൻ വാട്ടർ ഭയങ്കര ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതും ടേസ്റ്റ് ഇല്ല, ഇതിൽ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് എപ്പോഴും പോയി 2 ക്യാൻ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യണത്. നമ്മളുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവരിന്ന് തുപ്ക ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളോട് അവിടെ കഴിക്കാൻ വരാൻ പറഞ്ഞു. അപ്പം നമ്മൾ ലാപ്പൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അവിടെ തന്നെ നമ്മൾ A ബ്ലോക്ക്, അവർ F ബ്ലോക്ക്. സോ നമ്മൾ അവിടെ പോയി പിള്ളേരിന്, നമ്മളുടെ റൂഫിൻ്റെയും സോറേൻ്റെയും കൊച്ചു മോമോ ഇവരെ കൂടെയാണ് ഉള്ളത്. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാരണം നമ്മൾ സ്റ്റേക്കേഷൻ വ്ളോഗൊക്കെ ഇവരുടെ കൂടെയായിരുന്നു. സോ അവൾ അടിപൊളിയായിട്ട് തുപ്ക ചെയ്യും. അപ്പോൾ ഒരു ഹെൽത്തിയാണ് ബട്ട് ഹെവിയാണ്. ഹെവി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ആണിത്. वो सूप चलेगा खा ले. സോ ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ആവാറായി. ഇന്നത്തെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കണു, എന്നിട്ട് നമ്മൾക്ക് വീട്ടിൽ പോകണം, വർക്ക് കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് 10:30 ലോഗ് ഔട്ട്. പിന്നെ ഇന്ന് പോർച്ചുഗലിൻ്റെ മാച്ച് ഉണ്ട് 10:30. സുഗി CR7 ഹ്യൂജ് ഫാനാണ്, അപ്പോൾ അവൻ പോർച്ചുഗലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് മാച്ച് കാണാൻ ഫ്രണ്ട്സും വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിക്കണു, വീട്ടിൽ പോകണു, വർക്ക് ചെയ്യണു. പിന്നെ എനിക്ക് മറ്റേ ലഡ്ഡു ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് ഉരുട്ടാൻ. സോ അത് ഉരുട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾ. പിന്നെ ഇവിടുത്തെ ഫർണിച്ചറിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. ഇവിടുത്തെ ഫർണിച്ചർ എനിക്ക് മൂടുള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിടാറുണ്ട്. ഇതിൽ സുഖിക്ക് ഒരു പങ്കുമില്ല, പാവം. അവന് ഇഷ്ടപ്പെടുകയോ ഇല്ലേതൊന്നുമില്ല, കാരണം പകൽ ഫുള്ള് ഞാനല്ലേ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യണത്. സോ എനിക്ക് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള കംഫർട്ട് നോക്കിയിട്ട് ഒരു സൈഡ് ആ സൈഡ് പറഞ്ഞിട്ട് ഞാനിതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടേയിരിക്കും. സോ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഓരോ തവണ നോക്കുമ്പോഴും വേറെ വേറെ പോലെ ഉണ്ടാവും. ഇത്ര ഇഷ്ടം എവിടെ പോണ നീ? ഉണ്ടെടുത്ത് കഴിക്കുമോ നീ? എൻ്റെ
സുഖി സുഖി ഇതിവിടെ വന്ന് ഇവ തട്ടീന്ന് ഉണ്ടെടുക്കാൻ വന്നിട്ടുണ്ട്. ഇവതാ എന്റെ തട്ടീന്ന് ഉണ്ടെടുക്കാൻ വന്നേക്കണ്. ഗീന്റെ മണം അടിച്ചിട്ട് സത്യം ഞം 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 പറഞ്ഞിട്ട് ഇതോ ഞം ഞം ഞം. സോ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് സപ്പോർട്ട് us. Thank you. Love you all. Bye-bye.